ഹായ് ഹലോ. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ഡ്രാഗൺ സിറ്റി മോളിലേക്കാണ് കേട്ടോ. ടൈം ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നാലും വെയിലിന്റെ ചൂടിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. കൂളിംഗ് ഗ്ലാസ് ഇല്ലാതെ നമുക്ക് പുറത്തേക്കേ നോക്കാൻ പറ്റണുണ്ടായിരുന്നില്ല കേട്ടോ. എപ്പോഴത്തെ പോലെ അവ്യം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൾക്ക് പുറത്തിറങ്ങാന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. പിന്നെ ഞാൻ വീഡിയോ എടുക്കാന്ന് കണ്ടു കഴിഞ്ഞാൽ ആള് വന്ന് 1-2 പോസ് ഒക്കെ തരും. ഇപ്പൊ യൂട്യൂബിൽ കൂടുതൽ ആക്റ്റീവായി തുടങ്ങിയതിന് ശേഷം എന്തൊക്കെ തരത്തിലുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ എന്റർടൈൻ ചെയ്യിക്കണം എന്നുള്ള അന്വേഷണത്തിലാണ് ശരിക്കും പറഞ്ഞത് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാന്ന് ഇതിന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതാ ഞങ്ങൾ നല്ല സൺസെറ്റ് വ്യൂ ഒക്കെ കണ്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ വെയിലിന്റെ ചൂട് സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ അത് മറക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. ഇവിടെ നമുക്ക് അധികവും കാണാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. ഫ്ലൈറ്റിന്റെ ലാൻഡിംഗ് ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാം. കുറച്ചൊന്ന് ഇരുടായതിനു ശേഷമാണ് നമ്മൾ ഡ്രാഗൺ സിറ്റിയിലേക്ക് എത്തുന്നത്. ഈ ഒരു മാളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹ്റൈനിലെ ലാർജസ്റ്റ് മാളുകളിൽ ഒന്നാണ്. ഇവിടെ കൂടുതൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ചൈനീസ് പ്രൊഡക്ട്സ് ആയതുകൊണ്ട് ഇതിന് ചൈന മാർക്കറ്റ് എന്നൊരു പേരൂടെ ഉണ്ട്. ഒരു ദിവസം നമുക്ക് ഫുൾ ഇവിടെ കറങ്ങിയാലും ഇത് കണ്ടു തീരില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഫ്രൈഡേ ആണെങ്കിലും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ തന്നെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. നല്ല ക്യൂല് നിന്നിട്ടായിരുന്നു നമുക്ക് നല്ലൊരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മാളിത് അങ്ങേ അറ്റം വരെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഇത് മുഴുവനായിട്ടും കണ്ടു തീർക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല ഞങ്ങൾ ഇവിടെ വന്നത് കേട്ടോ. ഇവിടെ ഡാഡ വർക്ക് ചെയ്യുന്ന സെനറ്റിന്റെ ഒരു ബ്രാഞ്ച് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വിസിറ്റ് ചെയ്യാം, ഒപ്പം നമുക്കൊന്ന് മോള് ചുറ്റിക്കറങ്ങാം എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. അപ്പൊ ഇതാണ് സെനറ്റ്. ഡാഡ അവിടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ വെറുതെയെങ്കിലും കുറേ ദൂരം അങ്ങനെ ഷോപ്പുകളൊക്കെ കണ്ട് നടക്കാന്ന് പറയുന്നത് തന്നെ വളരെ രസമുള്ളൊരു കാര്യമായിരുന്നു. കുറച്ച് അവിടെ കറങ്ങി കളിച്ചതിന് ശേഷം ഞങ്ങൾ ഡാഡയുടെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവ്യനെ കണ്ടപ്പോൾ അവർ അവിടെയുള്ള ഒരു ബോൾ അവന് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഗിഫ്റ്റും വാങ്ങി ഞങ്ങൾ അടുത്ത ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോയ സമയത്ത് അവരവിടുന്ന് ഒരു വാച്ചും ഗിഫ്റ്റ് ചെയ്തു കേട്ടോ. എത്ര മനോഹരമായ ആചാരം അല്ലേ. അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം തൊട്ട് ഓപ്പോസിറ്റുള്ള തായ് മാർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ചായ കുടിക്കാൻ അവിടെ ഒരു ഷോപ്പിൽ കയറി. മലയാളികളുടെ ഷോപ്പായിരുന്നു കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു ടച്ച് ഇന്റീരിയറിലും കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ഫ്രെയിമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. അപ്പൊ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഏത് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമന്റ് ചെയ്യണേ. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി ബാക്കി വീഡിയോസോടെ കണ്ടിട്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.